നിങ്ങളുടെ തമാശകൾ അയാളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ തമാശക്ക് പറഞ്ഞാണ് കേട്ടോ. പക്ഷേ ഇത് നിങ്ങൾ പറയുന്നതിന് മുൻപ്, ഓരോ വാക്കുകൾ നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ ശരിക്കും ആലോചിക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 10 ആളോ 15 ആളോ കൂടിയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ രീതിയിൽ ചില തമാശകൾ പറയാറ്. ഈ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ ഇത് പറയുന്നത് അയാൾക്ക് വേദനിക്കും എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് നിങ്ങളിത് പറയുന്നത്. ഇതിന് നിങ്ങളത് അറിയാതെ പറഞ്ഞാണ് കേട്ടോ, തമാശ പറഞ്ഞാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പബ്ലിക്കിൽ സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവുണ്ട്. ഞാൻ ഇത്തരത്തിൽ സംസാരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. പലപ്പോഴും ഞാനും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശരിക്കും എന്ത് ഫീലാണ് ഇതെന്ന് കിട്ടുന്നത്? വളരെ മോശമാണ് ശരിക്കും. നമ്മൾ ഒരാളെ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളെ പബ്ലിക്കിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടുന്നില്ല. നേരെ തിരിച്ച് അവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് മറ്റുള്ളവർ കാണുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളുടെ നാവ് കൊണ്ടാണ് നമ്മൾ ഒരാളെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ നെഗറ്റീവ് ശരിക്കും സംസാരിക്കുന്ന ആ വ്യക്തിയാണ്. അതോടൊപ്പം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ള ആളുണ്ടല്ലോ, അയാൾക്ക് മറുപടിയായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അയാൾ എത്ര വേദനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ദിവസം വന്നാൽ അന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ചില ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചിലരുടെ നാവ് അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ എന്ത് സംസാരിക്കണം എന്ത് പറയണം എന്നറിയില്ല. ചിലപ്പോൾ പറഞ്ഞത് മുഴുവൻ ഒരാൾക്ക് നെഗറ്റീവ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നവരുണ്ടാവും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയല്ല ശരിക്കും തമാശ പറയുക. നമ്മളൊരു ഫണ്ണാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോമഡി സംസാരിക്കാനാണ്, ഒരു കോമഡി ഡയലോഗ് പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ടോ അവിടെ ആർക്കും വേദനിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മുടെ തമാശകൾ വരാൻ. നമുക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയണം. ഒരാളെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് പറയുമ്പോൾ എങ്ങനെയാണ് ആളുകൾക്ക് അത് ചിരിക്കാൻ കഴിയുന്നത്? അത് ചിലപ്പം ഒരാളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ടാവും. തടിച്ചിട്ടോ മെലിഞ്ഞിട്ടോ ഉള്ളതൊക്കെ എല്ലാ ലെവലിലും ആളുകൾ തമാശകൾ പറയും. ഒരാൾക്ക് ജോലി ഉള്ളത് ഇല്ലാത്തത്, ക്യാഷ് ഉള്ളത് ഇല്ലാത്തത്, എന്തെങ്കിലും അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തമാശ പറയുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഏതാണോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് ആ വ്യക്തിയെ മാറ്റി നിർത്തുക കംപ്ലീറ്റ്ലി. കാരണം അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇങ്ങനെയുള്ള വ്യക്തികളെ ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് അങ്ങനെയുള്ള സംസാരങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മീറ്റപ്പ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം വർക്കൗട്ട് ആവില്ല. ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയില്ല. കാരണം ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ലൈഫിൽ അത്രയും ഗൗരവമേറിയിട്ടുള്ള വിഷയങ്ങളാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തിട്ടോ ആവരുത് നമ്മൾക്ക് ആളാവാനോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എന്താ പറയാ തമാശ പറയാനോ ഒക്കെ നമ്മൾ നിൽക്കേണ്ടത്. ഓരോരുത്തരുടെ ലൈഫിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഏതൊരു കാര്യത്തിലാണോ മറ്റുള്ളവരെ കളിയാക്കിയിട്ട് തമാശക്ക് നമ്മൾ സംസാരിക്കുന്നോ, ചിലപ്പോൾ ആ കാര്യം നമുക്കുണ്ടാവും, പക്ഷെ അതിനേക്കാളും വലിയ കുറവുകളോട് കൂടിയിട്ടാവും നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. അത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ പറയുന്നതിന് മുന്നേ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണോ, ഞാനെല്ലാം തികഞ്ഞൊരു വ്യക്തിയാണോ എന്നുള്ള കൂടി ഞാൻ ആലോചിക്കുന്നത് പലപ്പോഴും നല്ലതാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ആളുകൾ എല്ലാ ഏരിയയിലും ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആളുകൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. കുറേയൊക്കെ ആളുകളെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. ഒന്നുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് സംസാരിക്കാൻ ആളുകൾ പഠിച്ചിട്ടുണ്ട്. കാരണം മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ ഇതേപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ഒരാളെ ഇൻസൾട്ട് ചെയ്യുക, പബ്ലിക്കിൽ ഒരാളെ വില കുറച്ച് കാണുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു ക്വാളിറ്റി കുറവാണ്. ശരിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്വാളിറ്റി കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ
ചില ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന് അത്രത്തോളം വാല്യൂ, മറ്റുള്ളവരുടെ വേദനകൾക്കൊന്നും ഇങ്ങനെ വാല്യൂ കൊടുക്കാത്ത ആളുകൾ പറയുന്നൊരു മറുപടിയാണ്, അത് ചെറിയൊരു വിഷയമല്ലേ, അല്ലെങ്കിൽ അതൊക്കെ തമാശയായിട്ട് എടുത്താൽ പോരെ. ആ വാക്ക് കേൾക്കുന്ന ആളുടെ ജീവിതം, അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുന്ന ആ ഒരു സമയത്ത് അവർക്കുണ്ടാവുന്ന ഫീല്, ഇതൊക്കെ എങ്ങനെയാണ് തമാശയായിട്ട് എടുക്കാൻ കഴിയുക? നിങ്ങളൊന്നും അറിയാത്തൊരു മുറിവ് അയാൾക്ക് മനസ്സിലുണ്ടായിട്ടുണ്ടാവും. വർഷങ്ങൾ കഴിഞ്ഞാലും ആ വ്യക്തി അത് മറക്കില്ല. ഇയാൾക്കൊരു ട്രോമ ആയിട്ട് ചിലപ്പോൾ അത് മാറാം. അതുകൊണ്ട് ഒരു കാര്യം ശരിക്കും ഓർക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഓരോ ഉത്തരവാദിത്വമുണ്ട്. ഒരാളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത് നിങ്ങളുടെ ഓരോ ജോക്കും, നിങ്ങളുടെ ഓരോ തമാശകളും. അവരുടെ കണ്ണീരിന് ചിലപ്പോൾ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിങ്ങളുടെ വാക്ക് കേട്ട് ഒരാൾക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിലപ്പെട്ട ഒരാളാണ്. പക്ഷേ നിങ്ങളുടെ വാക്കുകൾ ഒരാൾക്ക് വേദനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. നിങ്ങൾ ചിരിപ്പിക്കുന്ന മനുഷ്യരാകാം, പക്ഷേ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. അപ്പം ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഈ കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.